ഇനി ഭവനത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കുക, പറഞ്ഞു തരട്ടെ. നമ്മുടെ ഭവനം നാം പണിയുമ്പോൾ ഹലാലായ സമ്പാദ്യം കൊണ്ടായിരിക്കുക. പലിശയുമായി ബന്ധപ്പെട്ട് ലോൺ എടുത്തും ഒന്നും നാം നമ്മുടെ ഭവനം പണിയരുത് മുഅ്മിനീങ്ങളെ. അവിടെ ആ ഭവനത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു ബർക്കത്തും ഉണ്ടാവുകയില്ല. കാരണം പലിശയല്ലേ, ഹറാമായ സമ്പത്തല്ലേ, നാം മനസ്സിലാക്കണം. അങ്ങനെ അവിടുന്ന് ഹഫളത്തിന്റെ മാലാകമാര് പോലും അവിടെ വരികയില്ല. പിന്നെ അനർത്ഥങ്ങളല്ലേ സംഭവിക്കുന്നത്. ഹഫളത്തിന്റെ മാലാകമാർ ആരാണെന്നറിയുമോ? നാം മനസ്സിലാക്കണം. ഈ ദുനിയാവിലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ദുരന്തങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു വിഭാഗം മലക്കുകളെ ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. അവർക്ക് പറയുന്ന പേരാണ് ഹഫളത്തിന്റെ മാലാകമാര്. ആ ഹഫളത്തിന്റെ മാലാകമാര് നമ്മൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് സമ്പാദിച്ച ഭവനങ്ങളിലേക്ക് വരുവോ? നാം ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. ലോൺ എടുത്തുകൊണ്ട് പണിത പലിശയുമായി ബന്ധപ്പെട്ട രീതിയിൽ നാം നമ്മുടെ ഭവനം പണിയുമ്പോൾ അവിടെ മുഅ്മിനീങ്ങളെ ഹഫളത്തിന്റെ മാലാകമാര് വരുവോ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം വരും. നമ്മുടെ മക്കൾ അനുസരണ കെട്ടുപോകും, വഴിതെറ്റിപ്പോകും. പിശാചിന്റെ വാതിൽ തുറക്കുമ്പോൾ പിശാച് അവരുടെ മുമ്പിൽ മോശമായ വാതിലുകൾ തുറന്നു കൊടുക്കും. അതിലൂടെ നമ്മുടെ മക്കളെല്ലാം വഴിപിഴച്ചു പോകാൻ കാരണമാകും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. ആ ഭവനത്തിൽ എന്തിനേറെ പറയണം, ആ ഭവനത്തിൽ നമസ്കരിച്ചാൽ, ഇബാദത്തുകൾ ചെയ്താൽ, ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമോ? നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭവനം പണിയരുതേ. അങ്ങനെ പണിതാൽ എന്താണ്? ആ ഭവനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ദുആയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല, ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല, നമസ്കാരങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല. പലിശയുമായി ബന്ധപ്പെട്ട രീതിയിലൊന്നും നാം നമ്മുടെ ഭവനങ്ങളെ നമ്മൾ പണിയരുത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം ഭവനങ്ങൾ പണിയുമ്പോൾ ഒരു ഇസ്റാഫ്, ഒരു ധൂർത്തടി കാണിക്കാതിരിക്കുക. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ധൂർത്തടിയാണ്, ഇസ്റാഫ് കാണിക്കലാണ്. ഇന്നത്തെ വീട് പണികളിലും ഭവനം പണിയുന്ന വിഷയങ്ങളിലെല്ലാം നാം ധൂർത്ത് കാണിക്കുമ്പോഴെല്ലാം നാം മനസ്സിലാക്കണം, അപ്പോൾ നമ്മൾ കൂടുതലായി ഹറാമിലേക്കല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ ഉള്ള സമ്പാദ്യം കൊണ്ട് നല്ലൊരു ഭവനം നാം പണിയുക, അതിൽ ബർക്കത്തുണ്ടാകും. കാരണം നമുക്ക് നമ്മുടെ ഭവനം എന്നത് വിശ്രമിക്കാനുള്ളതാണ്. നമ്മുടെ ഭവനങ്ങൾ അതിൽ ധൂർത്ത് ഇസ്രാഫ് കാണിക്കാതിരിക്കുക. എങ്കിലേ നമുക്ക് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ, വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഭവനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഭവനം? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഭവനത്തെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളെ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രമാക്കി നൽകിയില്ലയോ? ഈ വിശ്രമ കേന്ദ്രമാക്കിയാണ് നമ്മുടെ ഭവനങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിന്ന് വിശ്രമിക്കണമെങ്കിൽ സമാധാനം നിറഞ്ഞ അന്തരീക്ഷവും സ്ഥലത്തുമാണെങ്കിലല്ലേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഭവനങ്ങളും അതാണ്, നിർഭയത്വത്തിന്റെ കേന്ദ്രമാകണം, അതായത് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. അതിനെ നമ്മൾ ഹറാമായ പലിശയുമായി ബന്ധപ്പെട്ട രീതിയിലൊന്നും ഭവനങ്ങൾ പണിയരുത്. അങ്ങനെയൊക്കെ നമ്മൾ പണിയാതെ സൂക്ഷ്മത പാലിക്കുമ്പോഴേ ഇങ്ങനെ സമാധാനത്തോടെ വിശ്രമിക്കാൻ പറ്റുന്ന ഭവനമായി നമ്മുടെ ഭവനങ്ങൾ മാറുകയുള്ളൂ. അതിന് നമ്മുടെ സമ്പാദ്യം ഹലാലാകണം, നല്ല സമ്പാദ്യമാകണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, കേട്ടോളിൻ. നാം ഇന്ന് വീട് കൂടാൻ തീരുമാനിച്ചാൽ അതിന് പ്രഭാത സമയം നാം തെരഞ്ഞെടുക്കുക. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായി തന്റെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്ത് കാര്യം നാം ചെയ്യാൻ തുടങ്ങുമ്പോഴും പ്രഭാതത്തിലാവുക, അതിൽ ബറക്കത്തുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, വീട് കൂടൽ ചടങ്ങിൽ ഇസ്ലാമിലുണ്ടോ, അല്ലെങ്കിൽ നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തെങ്കിലും നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തടസ്സം പറഞ്ഞിട്ടുണ്ടോ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഒരാൾക്കൊരു ഖൈറ് ഉണ്ടാകുകയാണെങ്കിൽ അതിലൂടെ അത് നിങ്ങൾ നന്മയായ കാര്യങ്ങളിലൂടെ
കൂടെ ഒരാൾക്ക് ഖൈറുണ്ടാകുകയാണെങ്കിൽ എന്താണ് അത് ചെയ്യാനല്ലേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ കൽപ്പിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ അത്വഇമു ത്വആം, നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നല്ലേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരുവന് ഭക്ഷണം കൊടുക്കുന്നതിലുപരി വലിയ നന്മകൾ ഈ ഭൂലോകത്തുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം ചിന്തിക്കണം. അതില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരക്കയുടെ കീറെങ്കിലും കൊടുത്ത് നിങ്ങൾ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നാം പുതിയ ഒരു ഭവനം നാം പണിയുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നാം നല്ല നീയത്തോടുകൂടി കുറച്ച് പാവപ്പെട്ടവർക്ക്, അയൽവക്കക്കാർക്കും നമ്മുടെ കുടുംബക്കാർക്കുമൊക്കെ ഒരു ഇസ്റാഫ് ഇല്ലാത്ത രീതിയിൽ നാം ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ കയറുമ്പോൾ അതല്ലേ സന്തോഷകരമായ നിമിഷം, അതല്ലേ ബറക്കത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ സ്വന്തമായ ഒരു ഭവനം എന്നത്. ആ ഭവനത്തിൽ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് കയറുമ്പോൾ അതിന്റെ ബറക്കത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവുകയില്ലേ? ഇവിടെ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം നല്ല നീയത്തോടെ വീട് കയറുമ്പോൾ നല്ല നീയത്തോടുകൂടി നാം വീട് കയറുക. അതിൽ എന്താണ് ബറക്കത്തിന് വേണ്ടി ഒരു യാസീനൊക്കെ ഓതി ഒരു മൗലൂദൊക്കെ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറുക. അതിൽ ബറക്കത്തുണ്ട് പ്രിയപ്പെട്ടവരെ. നന്മ ചെയ്യുന്നതിൽ ശൈത്താനിന്റെ പണി നാം കാണിക്കരുത്. ഇതെല്ലാം ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് നാം തള്ളിക്കളയരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഹദീസുകളൊന്നും നാം മറന്നു പോകരുത്. ചില ആളുകളൊക്കെ സ്വന്തമായി അഭിപ്രായം പറയുകയാണ്. ഒരിക്കലും നാം നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചല്ല നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധമായി ദീനിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അള്ളാഹു മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന, അള്ളാഹു എന്നിട്ട് നാളെ ആഖിറത്തിലെ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജരിതരായ അടിമകളിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.